ക്രൈസ്റ്റിൽ നിന്ന് ഞാൻ എടുക്കാൻ പോവുക. ആ മനുഷ്യരെ ഡിഫെൻഡ് ചെയ്ത രീതിയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അയാളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നു. നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. ഇയാളാണ് ഈ ഫുൾ ടൈം സ്നേഹം എന്ന് പറയുന്നത്, ദൈവപുത്രനാന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചു, നീ ദൈവപുത്രനാണെന്നല്ല പറഞ്ഞു, ദൈവത്തിന്റെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്. അപ്പൊ കല്ലെറിഞ്ഞു കൊല്ലണോ കൊല്ലണ്ടേ? ഞാൻ ആ കാണുന്ന വിഷ്വൽ ഇങ്ങനെയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ മാറ്റി പുറകിലെടുത്തിട്ട് ആ മനുഷ്യൻ വട്ടം കയറി എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ പാപമൊന്നും ചെയ്യാത്തവരായത്തെ കല്ലെറി, നിങ്ങളിൽ ഇതുവരെ ഒരു പാപവും ചെയ്ത ആരിലും നീ കല്ലെറി. ഞാൻ എഗ്രി ചെയ്യുന്നു. എല്ലാവരും കല്ല് നിലത്തിട്ട് തിരിച്ചുപോയി. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അയാളുടെ മുമ്പിൽ വീഴുന്നു, ഗുരു ഞാൻ പാപിയാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, നിന്നെ കല്ലെറിയാൻ വന്നവരൊക്കെ എവിടെ മോളെ? അവരൊക്കെ പോയി. ഞാനും നിന്നെ വിധിക്കാൻ നിൽക്കണില്ല, മേലിൽ ഈ റൂട്ട് പിടിക്കരുത്, ചേഞ്ച് ദ ട്രാക്ക്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് ദൈവം എന്ന് പറയുന്ന ആ മനുഷ്യന് പൊറുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കള്ളനോട് സാരമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, പൊന്നുപോലെ കൊണ്ടു നടന്നിട്ടും പിന്നീന്ന് കുത്തിയ തള്ളിപ്പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടിനെ സാരമില്ലടാ എന്നൊരു ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, വൈ കാൺ ബി? എന്തുകൊണ്ട് നമുക്കിങ്ങനെ മനുഷ്യർക്ക് മാപ്പ് കൊടുത്തുകൂടാ?